നമ്മുടെ പ്രേക്ഷകർ കൂടി നമ്മളോടൊപ്പം ചേർന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിന്റെ അവസാനം ജനം TV പ്രവർത്തകരുടെ ഒരു സമൂഹ ഗാനത്തോടു കൂടി നമ്മുടെ ഈ ഒരു കലോത്സവം സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാവൂ എന്ന് പറഞ്ഞു. പക്ഷേ മുരളീധരൻ എന്നൊരു പ്രേക്ഷകനാണ് പറഞ്ഞിരിക്കുന്നത്, മുരളിയേട്ട ഞങ്ങളുടെ ഗാനം കേട്ടാൽ മുരളിയേട്ടൻ ഇനി ജനം TV കാണില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ സാഹസത്തിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട്, ഗണേഷ് കുമാർ, ഇത് കഴിഞ്ഞിട്ട് പുത്തരിക്കണ്ടത്തേക്ക് പോയി എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ടാവും. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷേ നിങ്ങളെല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കേണ്ടതുണ്ട്, ഈ കലോത്സവ കാഴ്ചകൾ കാട്ടിത്തരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അപൂർണമായ ഒരു കാര്യമുണ്ട്. മിഥുൻ അയ്യപ്പൻ, അതെ, രശ്മി കാർത്തിക ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഏതോ അതിഥികൾ കൂടി അവിടെ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ മാറിയെന്ന് കരുതുന്നു മിഥുൻ, ഏടാകൂടം മിഥുൻ. അതുകൊണ്ട് ഇനി തർക്കങ്ങളൊന്നും വേണ്ട, കലയുടെ ഉത്സവമല്ലേ, ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ, ആരെങ്കിലുമൊക്കെ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോട്ടെ അല്ലേ, നമുക്ക് അങ്ങനെ ഒരു കോംപ്രമൈസിൽ എത്താം മിഥുൻ. ഏതായാലും മിഥുൻ ഒപ്പം ചേരുന്നുണ്ട്, മിഥുനൊപ്പം അതിഥിയും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ പറയൂ. ശരി, അവിടുത്തെ തർക്കം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കൃഷ്ണാജി. നമുക്കറിയാം, നമ്മുടെ പ്രേക്ഷകരെല്ലാം വളരെ ആവേശത്തോടു കൂടി വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ, നിങ്ങൾ അങ്ങനെയാണ്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പാട്ട് ചോദിക്കുന്നത് മാത്രം ശരിയായ ഒരു രീതിയല്ലേ അല്ലേ കൃഷ്ണരാജ്? നമ്മളെല്ലാവരും വെറുത്തു പോകും നമ്മൾ പാടിക്കഴിഞ്ഞാൽ. പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ കലാകാരന്മാരുണ്ട്, നമ്മളെല്ലാവരെയും അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ മിഥുൻ അയ്യപ്പനിലേക്കും രശ്മിയിലേക്കും പോവേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയാണ്. രശ്മി, മിഥുൻ, നിങ്ങളുടെ തർക്കമെല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്ക് കിട്ടിയാലും നമ്മൾ എല്ലാവരും സന്തോഷം പങ്കുവെക്കും. കാരണം നമ്മൾ എല്ലാവരും കേരളീയരാണ്, നമ്മുടെ സംസ്ഥാനത്തെ കലോത്സവമാണ്, ഏറ്റവും വലിയ കലയുടെ മാമാങ്കം. അതെ, ആർക്ക് കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു തർക്കത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അവിടെ അതിഥികളും കൂടി ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയത്? തീർച്ചയായിട്ടും നമ്മുടെ തർക്കം ഇങ്ങനെ തുടരട്ടെ. പക്ഷേ തർക്കത്തിന് ഒരു പരിഹാരം കാണാനുള്ള ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു അതിഥി എന്ന് തന്നെ പറയാം. നമുക്ക് അതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം ആള് വരുന്നാണ് പറയുന്നത്. ഏതൊക്കെ ഈ ആളെ കൂട്ടാൻ പറ്റുന്ന ഏത് ഇനങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് രശ്മി? ഇതിന് സംഘനൃത്തം, സാധാരണ സംഘനൃത്തത്തിന് ഒരുപാട് ആളുകൾ എത്താറുണ്ട്. അപ്പൊ ഇന്ന് പ്രധാന വേദിയായിട്ടുള്ള നിളയിലുള്ളത് അവതരിപ്പിക്കുന്നത് ഒന്ന് സംഘനൃത്തം, രാവിലെ ഭരതനാട്യം, പിന്നീട് ഇന്ന് പുതുതായിട്ടുള്ള ഐറ്റം ഏതാണ്, നാടൻ പാട്ടുണ്ട്. നാടൻ പാട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളതാണ്, താളം പിടിക്കും, ഒരുപാട് ആളുകൾ അത് കേൾക്കാൻ വരാറുണ്ട്. അപ്പോൾ നാടൻ പാട്ടുണ്ട്. പിന്നെ സാധാരണയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകത്തിന് വലിയ തിരക്കുണ്ടായിരുന്നു, നാടക വേദികളിൽ കാണാൻ വലിയ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നാടകമുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന കലകൾ. അപ്പൊ തിരുവനന്തപുരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് ഇത്രയും വലിയ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഓടി വരിക, ഞങ്ങളുടെ തർക്കത്തിന് എനിക്ക് നല്ലൊരു ചുട്ട മറുപടി നൽകുക. കുഴപ്പമൊന്നുമില്ല, ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ നാടകമൊക്കെ വരുമ്പോഴത്തേക്കും വേദി മുഴുവൻ ഈ തർക്കത്തിനൊരു പരിഹാരം എന്ന വണ്ണം ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്. നമ്മളിപ്പോൾ കലോത്സവത്തിൽ കലാകാരെ പരിചയപ്പെട്ടു, അധ്യാപകരെ പരിചയപ്പെട്ടു, എല്ലാം ഈ ഒരു ആസ്വാദകനെയാണ്. കാരണം ഈ കലോത്സവത്തെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. കാരണം അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ, അങ്ങനെയൊന്നുമല്ല. കലോത്സവത്തോടുള്ള ഇഷ്ടം കൊണ്ട് കലോത്സവത്തെ വിടാതെ പിന്തുടരുന്ന ഒരാൾ. ഈ കലോത്സവം ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സ്ത്രീയോ പെൺകുട്ടിയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണ്ട. കാരണം 27 വർഷം കലോത്സവത്തിന്റെ പിന്നാലെയാണ് എന്താണ് ഈ കലോത്സവം ഇത്രയും ലഹരിയാവാനുള്ള ഒരു കാരണം? കേരളത്തിലെ കലോത്സവത്തെ ഇത്ര അധികം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തി ഞാനായിരിക്കണം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പത്രങ്ങളിൽ, അന്ന് ചാനലുകളൊക്കെ കുറവാണ്, 97 ആദ്യമായിട്ട് കലോത്സവം കാണാൻ വരുന്നത്. അന്ന് പത്രങ്ങളിലൊക്കെ ഗ്ലാമർ വാർത്തകൾ, ചിത്രങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്ന് കാണണം, അത് അറിയണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് ആദ്യമായിട്ട് 1997 എറണാകുളത്ത് കലോത്സവം ദർബാർ ഗ്രൗണ്ടിലായിരുന്നു. ആ കലോത്സവമാണ് ആദ്യമായിട്ട് പോയി കാണുന്നത്. അന്നത്തെ കലാതിലക MN പത്മിനി എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഭരതനാട്യം, മോഹിനിയാട്ടം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഭരതനാട്യവും മോഹിനിയാട്ടം ഒന്നും അല്ല, ഇത്രയും ഗ്ലാമർ ഇനമാണ് എന്ന് മനസ്സിലാക്കി പിന്നീട് ഇത് കാണണം എന്നുള്ളൊരാഗ്രഹം തോന്നി. ഓരോ വർഷവും, അടുത്ത വർഷം 98 തിരുവനന്തപുരത്തായിരുന്നു, 99 കൊല്ലത്തായിരുന്നു. അപ്പോൾ അന്നൊക്കെ വന്ന് കളിച്ച് പോയ കുട്ടികൾ അവരുടെ ചെയ്ത ഐറ്റം, ഭരതനാട്യം, മോഹിനിയാട്ടം, നൃത്ത ഇനങ്ങളാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത് അവർ കളിച്ച ഐറ്റങ്ങൾ, അവർ ഉപയോഗിച്ച ഡ്രസ്സിൻ്റെ കളറ്, അന്ന് കലാതിലകങ്ങൾ ആരാണ് ആയത്, ഇതെല്ലാം ഇന്നും കാണാപ്പാടമാണ്. ഇപ്പോൾ 2025 വന്നപ്പോഴത്തേനും
27 കലോത്സവങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അത് ഗംഭീരമാണ്. 27 വർഷം ഇങ്ങനെ വിടാതെ വരിക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഈ കലോത്സവത്തോട് അഡിക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. മകളും ഇത്തരത്തിൽ അതാണ് ഞാൻ പറയാൻ നേരത്ത്. കാരണം ഇദ്ദേഹത്തെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ജനം TV-യിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത്തരത്തിൽ കലോത്സവത്തെ വിടാതെ പിന്തുടരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ തവണ വന്നത് സ്വന്തം മകൾക്കൊപ്പമാണ്. മകൾ മത്സരാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ചിരകാല അഭിലാഷമായിരുന്നു മകളെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. ഇത്തവണ എത്തിയില്ല അല്ലേ? കഴിഞ്ഞ വർഷം, അതായത് ഞാൻ 2008 കൊല്ലത്ത് ഒരു കലോത്സവത്തിന് പോകുമ്പോഴാണ് മോള് ജനിക്കണത്. ജനിച്ച് 2 ദിവസം പ്രായമുള്ളപ്പോൾ വീട്ടിൽ പറയാണ്ട് ആ കലോത്സവത്തിന് പോയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറയാണ്ട് പോയി, കാരണം കലോത്സവം ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും ഞാൻ കണ്ട ഒരു കുട്ടി മീര ശ്രീനാരായണൻ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി അതെ, ആ മീര ചെയ്യുന്ന ഒരു ശൃംഗാരവർണ്ണം രാസരസപ്രിയ എന്നൊരു മോഹിനിയാട്ടം ചെയ്യുന്നത് കണ്ടിട്ട് 2 ദിവസം പ്രായമുള്ള എൻ്റെ മോള് വളർന്നു വന്നാൽ ഇങ്ങനെ ആയിരിക്കണം മോഹിനിയാട്ടം ചെയ്യേണ്ടതെന്നുള്ളൊരു സ്വപ്നം, ഒരാഗ്രഹം. എന്തായാലും ഈശ്വരൻ എനിക്ക് ഭാഗ്യം തന്നു. 15 വർഷം അതേ കൊല്ലത്ത് കലോത്സവം വന്നപ്പോഴത്തേനും മോള് മോഹിനിയാട്ടം സ്റ്റേറ്റിൽ ചെയ്തു. ഭരതനാട്യവും മോഹിനിയാട്ടവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് ഭരതനാട്യം ഫസ്റ്റ് പൊസിഷനായിരുന്നു, മോഹിനിയാട്ടം 3rd-ലായിരുന്നു. ഇത്തവണ ജില്ലയിൽ വന്നപ്പോഴത്തേനും സെക്കൻഡ് ഭരതനാട്യം ഉണ്ട്. മോഹിനിയാട്ടമൊക്കെ ഈ ജില്ലയിലും നൃത്ത അധ്യാപകർക്കിടയിൽ ഉണ്ടാകുന്ന കിടമത്സരം അതിൻ്റെ ഇരയായി മാറി എൻ്റെ മോള്. കാരണം കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ വന്ന് പ്രൈസ് വാങ്ങിച്ച കുട്ടി ഇത്തവണ സെക്കൻഡായിട്ട് പോലും ഒരു അപ്പീൽ പോലും തരാതെ നമ്മളെ ഒഴിവാക്കി, തരം താഴ്ത്തി എന്നുള്ളതാണ്. മോഹിനിയാട്ടം ഒരുപാട് താഴേക്ക് 5ാം സ്ഥാനത്തേക്കൊക്കെ തള്ളിയിട്ടു. കാരണം സ്റ്റേറ്റ് കഴിവളിച്ച കുട്ടി ഇത്തവണ കയറരുത് എന്ന് കുറേ നൃത്ത അധ്യാപകർ, വൃത്തികെട്ട കുറേ, അങ്ങനെ തന്നെ ഭാഷ ഉപയോഗിക്കണം, അങ്ങനെ കുറേ അധ്യാപകരുടെ ഇടപെടലിൽ ഈ പാനൽ ബോർഡുകളിലും ജഡ്ജും പാനലിലൊക്കെ ഒരു ക്വാളിഫൈഡും അല്ലാത്ത മോഹിനിയാട്ടത്തിന് വന്നിരുന്ന ജഡ്ജ് 3 പേര് ഡിഗ്രി പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഡിഗ്രിയോ ഒന്നുമില്ലാത്ത ക്വാളിഫൈഡ് അല്ലാത്ത ജഡ്ജുകളെ ഇവരുടെ താല്പര്യത്തിന് കൊണ്ടുവന്നിരുത്തി റിസൾട്ട് അട്ടിമറിക്കുക ചെയ്തത്. അപ്പം മോക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ കോർട്ടിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് പൈസയാകും. 15,000 രൂപയോളം കോർട്ടിൽ കൊടുക്കണം, ജില്ലാ അപ്പീലിന് 5,000 രൂപ കൊടുക്കണം. ഇതൊക്കെ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ എന്ന നിലയിൽ ഈ കലോത്സവം ഇത്രയധികം നെഞ്ചിലേറ്റി ഞാൻ കണ്ടിരിക്കുന്നത് പണക്കൊഴുപ്പിൻ്റെയും വർണ്ണ ഇതിൻ്റെയൊക്കെ കലോത്സവമാണ്. ഇവിടെ സാധാരണ ജനങ്ങളുടെ കുട്ടികൾ, അവരുടെ മക്കൾ, കൂലിപ്പണിക്കാരുടെയൊക്കെ നമ്മുടെ കേരളത്തിലുള്ള അവർക്കും കൂടെ എത്തേണ്ട രീതിയിലേക്ക് ഈ കലോത്സവം മാറേണ്ടതുണ്ട്. രശ്മി വിചാരിക്കുന്നുണ്ടാവും ഇദ്ദേഹത്തിന് ഇതിൽ പ്രതിഷേധിച്ച് ഇനി വരാതിരിക്കുന്നത്. ഒന്നും കണ്ട അടുത്ത പ്രാവശ്യം ഈ വർഷങ്ങളായിട്ട് കലോത്സവം കാണുന്ന ഒരാളെന്ന നിലയിൽ തിരുവനന്തപുരത്ത് ഇത്രത്തോളം വർഷങ്ങൾക്ക് ഇപ്പുറം കലോത്സവം സംഘടിപ്പിക്കുമ്പോൾ അതെങ്ങനെ ഒരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അതായത് തിരുവനന്തപുരത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1998-ലാണ്. അന്ന് എം എം പത്മിനി തന്നെയായിരുന്നു അന്നും കലാതിലകം. ഇപ്പൊ 4ാമത്തെ തവണയാണ് തിരുവനന്തപുരത്ത് കലോത്സവം കാണുന്നത്. 98-ൽ കണ്ടു, 2009-ൽ കണ്ടു, 2016-ൽ കണ്ടു, ഇപ്പൊ 2025-ൽ വന്നു. അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മലബാർ മേഖലകളിലേക്ക്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഉള്ള അത്ര ഒരു ജനം നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടിയല്ലോ. അപ്പൊ ഏതായാലും അദ്ദേഹം ഇനിയും നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വർഷം എവിടെയാണെങ്കിലും അവിടെ ഉണ്ടാവും, ഉഷാറായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? അതെന്തായാലും കലോത്സവം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി ഇപ്പൊ എനിക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായി, എല്ലാ രീതിയിലും എല്ലാ ചാനലുകളും ഒക്കെ ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മളെ കാണുന്നു, എടുക്കുന്നു, ബൈറ്റ് എടുക്കുന്നു, സ്റ്റോറി ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ കലോത്സവം, കലാകേരളം എനിക്ക് ഒരു ഇടം തന്നു. അതായത് ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, കലയുമായിട്ട് ബന്ധമില്ല, പഠിച്ചിട്ടില്ല. ഇതൊക്കെ ആണെങ്കിലും ഈ കലോത്സവത്തിന്റെ ഭാഗമായി എന്നുള്ളത്, കലാകേരളം ഒരു ഇടം തന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊരു അത്ഭുതമാണല്ലോ, എങ്ങനെയൊക്കെയാണ് ഈ കലോത്സവത്തെ ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. കലാ ആസ്വാദകർ എന്ന നിലയിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരന്തരം പിന്തുടരുന്ന തരത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എന്ന രീതിയിലെല്ലാം തന്നെ എത്രത്തോളം മനോഹരമായാണ് കലോത്സവത്തെ ഓരോരുത്തരും മനോഹരമായി ഹൃദയത്തിൽ ഇടം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ കലോത്സവങ്ങൾക്ക് ഇത്രയും വിജയമാകാനുള്ള ഒരു കാരണം, ഇത്രയും വലിയ വാശിയായിട്ടുള്ള പോരാട്ടമെല്ലാം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി അവിടെ കസേരയിട്ട് സ്ഥാനം ഇരിക്കാനുള്ള ഒരു അപൂർവ മാന്ത്രികത കലോത്സവങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്.